മോർണിംഗ് നമുക്ക് അത് എപ്പോഴും പറയാൻ പറ്റുന്ന സാധനമായിരുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഫൺ ചലഞ്ച് ചെയ്യാൻ പോകും. ഇത് നമ്മൾ പല റീലിലും കണ്ടിട്ടുള്ള ഒരു ചാലഞ്ചാണ്. അതായത് ട്രൂത്ത് ഓർ ലൈ ചാലഞ്ച്. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോ തിങ്സ് എടുത്ത് വെക്കും. ഇവന്റെ കയ്യിലൊരു സാധനം ഉണ്ടാവും, എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ടാവും. അത് ഞങ്ങൾ പരസ്പരം കാണില്ല, നടുക്കൊരു ബാരിയർ വെച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഒന്നല്ലെങ്കിൽ നമുക്ക് സത്യം പറയാം, അല്ലെങ്കിൽ നുണ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിലൊരു ബോളാന്ന് വിചാരിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ പറയും എൻ്റെ കയ്യിലൊരു തേങ്ങയാണെന്ന് പറയും. അതിനെക്കുറിച്ചുള്ള ക്ലൂസ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കും. അവന് 5 ക്ലൂസ് വരെ ചോദിക്കാം. അതിൽ നിന്ന് അവൻ മനസ്സിലാക്കണം അത് സത്യമാണോ നുണയാണോ എന്നുള്ളത്. ഇതാണ് ചലഞ്ച്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നീ തുടങ്ങിയല്ലോ, ഞാൻ ക്ലൂസ് പറയാം. ഓക്കെ ആ എന്റെ കയ്യിലിപ്പുള്ളത് ഒരു ഗ്ലാസ്സാണ്. ഗ്ലാസോ? വെള്ളം കുടിക്കുന്ന ഗ്ലാസ്? അതെ. ഓക്കെ, ഗ്ലാസ് ആണെങ്കിൽ അതൊന്ന് ടേബിളിന് മേലൊന്ന് മുട്ടുമോ? ഒരു 2-3 പ്രാവശ്യം. ഓക്കെ, ഗ്ലാസിന്റെ ഗ്ലാസ് ആണോ? അതെ, ഗ്ലാസിന്റെ ഗ്ലാസ്. 2 കഴിഞ്ഞു അല്ലേ? മൂന്നാമത്തെ ഗ്ലാസിന്റെ ഗ്ലാസ് നമ്മള് വെള്ളം കുടിക്കുന്ന ഭാഗല്ലേ, അതായത് ആ സർക്കിൾ, വെള്ളം കുടിക്കുന്ന ആ സർക്കിൾ, അതിങ്ങനെ ഈ ടേബിളിന്റെ മേലൊന്നും ഇങ്ങനെ ഉരുട്ടോ, ഇങ്ങനെ 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 ഇങ്ങനെ, അതായത് ഇങ്ങനെ 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 ഇങ്ങനെ. ഒന്നും കൂടെ. ഓക്കെ, നാലാമത്തെ ഗ്ലാസിന്റെ ഗ്ലാസ് ആണെങ്കിൽ ഇങ്ങനെ 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 സൗണ്ട് ഉണ്ടാക്കില്ല, ടിങ് 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 ടിങ്. ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട്. എനിക്ക് മനസ്സിലായി. ദൈവം. ഓക്കെ, 4 കഴിഞ്ഞല്ലേ? അഞ്ചാമത്തെ അതിന് നടുക്ക് ഹോൾ ഉണ്ടാവല്ലോ ഗ്ലാസ്സില്. അപ്പൊ ഒരു കൈ കൊണ്ട് ഗ്ലാസ്സിൽ പിടിക്കുക, മറ്റേ കൈ നോക്ക് ഇങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുക, ഉള്ളിൽ കൂടെ. മനസ്സിലായി. ഓക്കെ, ഞാൻ പറയുന്നു അവന്റെ കയ്യിലുള്ള ഗ്ലാസ് അല്ല. എന്റെ എന്റെ കയ്യിലുള്ളത് ഒരു സ്കെച്ച് പെൻ ആണ്. സ്കെച്ച് പെൻ, സ്കെച്ച് പെൻ അല്ലേ? ഓക്കെ, അപ്പൊ എന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതൊന്ന് നോക്കണമെന്ന് എടുത്തേക്ക് ഇടാൻ പറ്റും ടേബിളിലേക്ക്? അതെ. ഓക്കെ, ഗുഡ്. ഇത് പ്ലാസ്റ്റിക്കിന്റെ ആണോ? ഫൈബർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്റെ സെക്കൻഡ് കഴിഞ്ഞു. അതിന്റെ ക്യാപ്പ് ഒന്ന് തുറന്നിട്ട് സൗണ്ട് ഒന്ന്, അതായത് തുറന്നടക്കാനാണോ ഉദ്ദേശിച്ചത്? അതെ. ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ടേബിളില് ഒരു 3 വട്ടം ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് താഴെ ഭാഗം കൊണ്ടാണോ? ഭാഗം ഉണ്ട്. ടോപ്പിന്റെ ഭാഗം? അതെ. ഓക്കെ, ഇനിയിപ്പോ അത് ഇപ്പോ എന്റെ 4 ആണ്, 5 ആണ്. 5. ഓക്കെ, ഗുഡ്. അതൊന്ന് മറ്റേ ടേബിളിന്റെ കൂടെ ഒന്ന് ഉരുട്ടാൻ പറ്റുമോ? ഉരുട്ട്? അതെ. ഓക്കെ, പറ. അതൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, പക്ഷെ അത് സ്കെച്ച് പെൻ അല്ല. ഓക്കെ,
റൗണ്ട് കഴിയുന്നതോടും ക്ലൂവിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 5 ക്ലൂ ആയിരുന്നു, സെക്കൻഡ് അപ്പോൾ 4, ഫൈനൽ റൗണ്ടിൽ 3 ക്ലൂ, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, രണ്ടുപേർക്കും പോയിന്റ് ഇല്ല. ഓക്കെ, അടുത്തത് നീ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്റെ കയ്യിലുള്ളത് കത്തിയാണ്, പച്ചക്കറികളൊക്കെ വെട്ടുന്നൊരു കത്തി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിന്റെ അത് പിടിക്കുന്ന ഭാഗം ഇതാണ്, വുഡനാണ്, മരത്തിന്റെ ആണ്. ഫൈബർ ആൻഡ് പ്ലാസ്റ്റിക് ഒക്കെ മിക്സഡ് ആണ്. അതെ. രണ്ടാമത്തെ ചോദ്യം, കട്ടിയുടെ ഭാഗം, കട്ടിയുടെ ഭാഗമില്ലേ, ആ കട്ടിയുടെ ഭാഗം, അതായത് ആ നീണ്ടുള്ള ഭാഗം ടേബിളൊന്ന് ഇങ്ങനെ ആക്കോ, മുട്ടോ, അറ്റല്ല മൊത്തത്തില്. ഓക്കെ, അപ്പൊ മറ്റേ ഇല്ലേ പിടിയുടെ ഭാഗമില്ലേ, പിടിയുടെ ഭാഗം ഇതുപോലെ ടേബിളൊന്ന് അടിച്ചേ നോക്കട്ടെ. പിടിയുടെ ആകണ്ടേ? ഓക്കെ, അടുത്തത് ലാസ്റ്റ് അല്ലേ, ആ കട്ട് ചെയ്യുന്ന ഭാഗം, ആ മെറ്റലിന്റെ ഭാഗം, അതിൽ നിന്റെ വിരലുകൊണ്ട് ഇങ്ങനെ ടിങ് 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 അടിച്ചത്. എങ്ങനെ? ഇങ്ങനെ. ഒരു വിരലല്ല, ഒരു 3-4 വിരലുകൊണ്ട് അടിക്കും. ഓക്കെ, നിന്റെ കയ്യിലുള്ള കത്തിയല്ല. എന്താ? എന്റെ കയ്യിലുള്ളത് ഒരു മൈക്കാണ്. മൈക്ക് പാട്ടൊക്കെ പാടുന്ന മൈക്ക്. പാട്ട് പാടാൻ പറയും, സൗണ്ട് ഒന്നുമില്ല. അത് ബ്ലൂടൂത്തിന്റെ ആണോ അതോ സാധാ വയർഡാണോ? വയർഡല്ല, വയറില്ലാത്ത ബ്ലൂടൂത്ത്. ഓക്കെ, അതൊരു ഹൈറ്റിൽ നിന്ന് ടേബിളിലേക്ക് ഇടാൻ പറ്റുമോ? അത്രയ്ക്ക് ഹൈറ്റ് വേണ്ട, മീഡിയം. ഓക്കെ, പറ്റും. അതൊന്ന് മറ്റേ ടേബിൾ അവിടെ ഒന്ന് വീട്ടാൻ പറ്റുമോ? ഓക്കെ, അതിന്റെ ആ മുകളത്തെ മറ്റേ ഹൈറ്റില് നമ്മുടെ മറ്റേ ഫിംഗറും ഉണ്ട്. ഐ മീൻ അത് ജസ്റ്റ് സ്ക്രബ് ചെയ്യാൻ പറ്റും, അപ്പൊ ഒരു സൗണ്ട് വരും. എല്ലാ ഫിംഗേഴ്സും ഉണ്ടോ? അകം ഉണ്ട്. അതെ. കഴിയില്ലേ? നല്ല കഴിയില്ലേ? ഇതിന്റെ അവസ്ഥയാണ്. ആക്ച്വലി ഇതൊരു സിലിണ്ടറിക്കൽ അല്ല, ഒബ്ജക്റ്റ് അല്ല. അപ്പൊ വീഴുമ്പോഴുള്ള സൗണ്ട് എനിക്ക് കേട്ടപ്പോ മനസ്സിലായി. മൈക്ക് അല്ല. ഒരു പോയിന്റ്. ഇനി ലാസ്റ്റ് റൗണ്ട് ആണ്. ഇതില് 3 ക്ലൂ ഉള്ളൂ കേട്ടോ. എന്താ നിന്റെ സാധനം? എന്താ എന്റെ ഉള്ളത്? മറ്റേ നോട്ട്ബുക്കിന്റെ ഫ്രണ്ടിലത്തെ ചട്ടയാണ്. ഒരെണ്ണുള്ളൂ, രണ്ടെണ്ണല്ല. ഒരു ഭാഗം. അതെ. അപ്പൊ നീ പറിച്ചെടുത്തോ അത്? അതെ. ഓക്കെ, നോട്ട്ബുക്കിന്റെ ചട്ട. അപ്പൊ ഒരു കാർഡ്ബോർഡ് ടൈപ്പ് ആവുമല്ലോ, അതൊന്ന് സ്ക്രാച്ച് ചെയ്തേ, നഖം കൊണ്ട് സ്ക്രാച്ച്. രണ്ടാമത്തെ അതൊന്ന് ഇങ്ങനെ 2 കൈയും കൂടെ ടേബിളിൽ അടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ടേബിളിൽ അടിക്കുക. ചക്കയാണ് അടിക്കുന്നത്. ഈ ചക്ക സൗണ്ട് കിട്ടില്ലല്ലോ. ഓക്കെ,
ഓക്കെ, ലാസ്റ്റ് അല്ലേ, മൂന്നാമത്തെ അല്ലേ ഇത്? ചട്ടയാണെങ്കിൽ അത് ഒന്നിങ്ങനെ റോൾ ചെയ്യാൻ പറ്റില്ല ചട്ടയാകുമ്പോ. ഓക്കെ. ഒരു സിലിണ്ടർ ഷേപ്പ് ഇട്ടില്ലേ, അത് അതൊന്ന് ഇങ്ങനെ 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 റോളിംഗ്. ഓക്കെ, അത് നോട്ട്ബുക്കിന്റെ ചട്ടയല്ല. എന്താ ഓക്കെ. അപ്പൊ ലാസ്റ്റിലത് എന്റെ കയ്യിലുള്ളത് ഒരു ബ്രഷാണ്. ടൂത്ത് ബ്രഷ് അല്ല, പെയിന്റിംഗ് ബ്രഷ്. ഓക്കെ. അത് പ്ലാസ്റ്റിക്കിന്റെ ആണോ വുഡൻ ആണോ അതിന്റെ ഹാൻഡിലൊരു ഫൈബറിന്റെ. അതുകൊണ്ട് ഒന്ന് നിലത്തേക്ക് ഒന്ന് അടിച്ചിട്ട് രണ്ടെണ്ണം കഴിഞ്ഞേ. ഓക്കെ. അതുകൊണ്ടൊന്ന് ടേബിളില് ഉരുട്ടാൻ പറ്റുമോ? ഉരുട്ട്. കേക്കണ്ടോ? ഉണ്ട്. എനിക്ക് വലിയൊരു ഐഡിയ കിട്ടിയില്ല, പക്ഷെ എന്നാലും ഐ തിങ്ക് അതൊരു ബ്രഷ് അല്ല. അതും പൊട്ടിയോ? അങ്ങനെ നമ്മുടെ ഫൺ ചലഞ്ച് കഴിയുമ്പോൾ എനിക്ക് 2 പോയിന്റ്. ഞാൻ പൊട്ടി. നല്ലതാ, നെക്സ്റ്റ് അടുത്തിൽ പിടിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.